സോ എൻസൈംസ് ആൻഡ് കോഎൻസൈംസിൻ്റെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആക്റ്റീവ് സൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആക്റ്റീവ് സെൻറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത് ഒരു എൻസൈം അതിൻ്റെ സബ്സ്ട്രേറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന വളരെ ചെറിയ, ടോട്ടൽ എൻസൈംസ് എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു പോർഷൻ, അതിനെയാണ് നമ്മൾ ആക്റ്റീവ് സെൻറ്റർ അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ, വളരെ വലിയ ഒരു ഏരിയ ആണ് ടോട്ടൽ എൻസൈംസ് എന്ന് പറയുന്നത്. ഇത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൽ വളരെ ചെറിയ ഒരു റീജിയൻ ആണ് ഇതിൻ്റെ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ആ ആക്റ്റീവ് സൈറ്റിൽ തന്നെ വളരെ ചെറിയ ഒരു റീജിയൻ നോക്കിയാൽ നിങ്ങൾ ആ ഒരു റീജിയൻ വെച്ചിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, കാറ്റലൈറ്റിക് ആക്ടിവിറ്റി നടത്തുന്നത്. അപ്പം ഈ ഒരു ടോട്ടൽ ഏരിയനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. മോളിക്യൂൾ ബൈൻഡ് ചെയ്യുന്ന ഒരു പോർഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് സൈറ്റ്സിൽ. അതിൽ വളരെ ചെറിയ കമ്പോണൻ്റ് ആയിരിക്കും ശരിക്കും കാറ്റലിറ്റിക് പവർ അല്ലെങ്കിൽ കാറ്റലൈസിസ് നടത്തുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എൻസൈംസ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, the specific region of an enzyme at which the substrate binds and involved in the catalytic process is known as the active site or active center of the enzyme. ഈ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വച്ചേക്കണം. ഇത് 2 മാർക്കിന് ആക്റ്റീവ് സൈറ്റ്സ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് 2 മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ, കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആൻസറിൻ്റെ കൂടെ ഫിഗർ ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ വരച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ റീജിയൻ ആക്റ്റീവ് സൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കാണിക്കാവുന്നതാണ്. അപ്പം ആക്റ്റീവ് സൈറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് the active site is a 3-dimensional cleft produced by the groups of amino acids from various regions of the sequences. For example എടുക്കുകയാണെങ്കിൽ ഇത് ലൈസോസൈം എന്ന് പറയുന്ന എൻസൈമിൻ്റെ സീക്വൻസ് ആണ്. ഓക്കെ, സോ യു ക്യാൻ സീ ദ ഫസ്റ്റ് അമിനോ ആസിഡ് ഹിയർ ആൻഡ് 129th അമിനോ ആസിഡ്, ദ ലാസ്റ്റ് അമിനോ ആസിഡ് ഹിയർ. ഓക്കെ, ഇതിൽ ആക്റ്റീവ് സൈറ്റ് ഫോം ചെയ്തേക്കുന്നത് 100 തൊട്ട് 110 വരെ അല്ലെങ്കിൽ 70 തൊട്ട് 80 വരെ അങ്ങനെ പറയുന്ന ഒരു സീരീസ് ഓഫ് അമിനോ ആസിഡ്സ് കൊണ്ടല്ല ആക്റ്റീവ് സൈറ്റ് ഫോം ചെയ്തേക്കുന്നത്. മറിച്ച് ഒരു പല റീജിയനിലുള്ള അമിനോ ആസിഡ്സുകൾ ഇന്ററാക്ട് ചെയ്തിട്ട് ഒരു 3-dimensional ഫോൾഡഡ് ക്ലഫ്റ്റ് ഉണ്ടായിട്ട് ആ റീജിയനാണ് ആക്റ്റീവ് സൈറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ ആ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അമിനോ ആസിഡ് സീക്വൻസ് അല്ല, 10 തൊട്ട് 20 വരെ അല്ലെങ്കിൽ 30 തൊട്ട് 40 വരെ അങ്ങനെ പറയുന്ന ഒരു സീക്വൻസ് അല്ല. മറിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ലൈസോസൈമിന്റെ ആക്റ്റീവ് സൈറ്റ്സ് ഫോം ചെയ്തേക്കുന്നത് 35, 52, 62, 63, 101 ആൻഡ് 108. ഇത്രയും മേജർ അമിനോ ആസിഡ്സ് ആണ് ഇൻവോൾവ് ആയേക്കുന്നത്. ഈ നമ്പർ സൂചിപ്പിക്കുന്നത് അതിന്റെ പൊസിഷൻ ആണ്. ഓക്കെ, നമ്മളിവിടെ 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, 129 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ അതിന്റെ പൊസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്തടുത്ത അമിനോ ആസിഡ്സുകൾ ഇന്ററാക്ട് ചെയ്തിട്ടല്ല അവിടെ ആക്റ്റീവ് സൈറ്റ്സ് ഉണ്ടായേക്കുന്നത്, മറിച്ച് ദൂരത്തുള്ള ഇടയ്ക്കിടെ വരുന്ന നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അമിനോ ആസിഡ്സുകളൊക്കെ ചേർന്നിട്ടാണ് അവിടെ ആക്റ്റീവ് സൈറ്റ്സ് ഫോം ചെയ്യുന്നത്. ഈ അമിനോ ആസിഡ്സിന്റെ പ്രസൻസ്, അതുപോലെ സബ്സ്ട്രേറ്റിലെ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തേക്കുന്നതിന്റെ പ്രത്യേകത, ഇതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും എൻസൈംസിന്റെ സ്പെസിഫിസിറ്റി നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അമിനോ ആസിഡ് സീക്വൻസ്, ആ ക്ലഫ്റ്റ് ഫോം ചെയ്യുന്ന അമിനോ ആസിഡ് സീക്വൻസ് എന്ന് പറയുന്ന അടുത്തടുത്ത അമിനോ ആസിഡ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. മിക്കവാറും കേസിൽ അത് പല ദൂരത്തായിട്ട് കിടക്കുന്ന, പല ഏരിയയിൽ കിടക്കുന്ന അമിനോ ആസിഡ്സ് ആയിരിക്കും. അപ്പോൾ നോക്കുക, നിങ്ങൾ ഈ ക്ലഫ്റ്റ് ആണ് ആക്ച്വലി ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോം ചെയ്തേക്കുന്നത് നിയർ ബൈ അമിനോ ആസിഡ്സ് ആവണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ 107 ഉണ്ട്, ഗ്ലൂട്ടാമേറ്റ് 35 ഉണ്ട്, ആസ്പാർട്ടേറ്റ് 52 ഉണ്ട്, ട്രിപ്റ്റോഫാൻ 63 ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ അമിനോ ആസിഡ്സുകൾ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മിക്കുക, ദ ആക്റ്റീവ് സൈറ്റ് ഈസ് 3-dimensional ക്ലഫ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രൂപ്പ്സ് ഓഫ് അമിനോ ആസിഡ് ഫ്രം വേരിയസ് റീജിയൻ. ഓക്കെ, ഒരു നിശ്ചിത റീജിയൻ നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പല റീജിയനിൽ നിന്നുള്ള അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ആക്റ്റീവ് സൈറ്റ്സ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാറ്റഗറി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്റ്റീവ് സൈറ്റ്സ് ഓക്യുപ്പൈസ് ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ദി കംപ്ലീറ്റ് എൻസൈം. നമ്മൾ ഡെഫിനേഷന്റെ കേസിൽ തന്നെ അത് പറഞ്ഞു. എൻസൈംസിന്റെ ടോട്ടൽ പ്രോട്ടീൻ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് സബ്സ്ട്രേറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതിൽ വളരെ ചെറിയൊരു പോർഷൻ മാത്രമാണ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി നടത്തുന്നത്. ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പോർഷനാണ്. ഇനി ആക്റ്റീവ് സൈറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഒരു മൈക്രോ എൻവയോൺമെന്റ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ടോട്ടൽ എൻസൈംസിനെ ഒരു എൻവയോൺമെന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു മൈക്രോ എൻവയോൺമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് സൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് മാത്രമാണ് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നത്. The active sites non-polar microenvironmental promote substrate binding as well as the catalysis. Okay, non-polar microenvironment.
Now, polar residues may be present in the active site. ഇവിടെ റെസിഡ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമിനോ ആസിഡ് ആണ്. ഓക്കെ, അപ്പം എപ്പോഴും നോൺ പോളാർ അമിനോ ആസിഡ്സ് കൊണ്ട് മാത്രമല്ല ഈ പറയുന്ന ആക്റ്റീവ് സൈറ്റ്സ് ഉണ്ടായിരിക്കുന്നത്. സംടൈംസ് ഇറ്റ് ക്യാൻ ഹാവ് എ polar amino acids also. So certain polar residues possess specific features necessary for the substrate binding or catalysis in the non-polar microenvironment of the active site. Okay, ഒരു മൈക്രോ എൻവയോൺമെന്റ് ആണ്, അത് നോൺ പോളാർ ആണ് മോസ്റ്റ്ലി, and there can be polar amino acids by which it can interact specifically with the substrate. ഈ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വീക്ക് ഇന്ററാക്ഷൻസ് കണക്ട് സബ്സ്ട്രേറ്റ് വിത്ത് എൻസൈം. ഓക്കെ, ഒരു സിംഗിൾ കോവാലന്റ് ഇന്ററാക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ ബോണ്ടോ അല്ല, മറിച്ച് ഒരു മോളിക്യൂളിന്റെ ഓരോ റീജിയൻസും അതിൽ ഇന്ററാക്ട് ചെയ്യുന്നത് പല മോഡിലായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഒരു സിംഗിൾ വീക്ക് ഇന്ററാക്ഷനോ അല്ലെങ്കിൽ സിംഗിൾ സ്ട്രോങ് ഇന്ററാക്ഷനോ വഴിയല്ല ഒരു സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, മറിച്ച് മൾട്ടിപ്പിൾ വീക്ക് ഇന്ററാക്ഷൻ വഴിയാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും, അതിൽ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഈ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മെയിൻ ആയിട്ട് വരുന്നത് കുറേ എൻസൈം കോംപ്ലക്സസ് കുറേ സബ്സ്ട്രേറ്റിനെ ഒന്നിച്ച്, അതായത് ഈ സബ്സ്ട്രേറ്റ്സ് ഒക്കെ ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ വഴി വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുകയും ആ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് വാണ്ടർവാൾസ് ഫോഴ്സ് നന്നായിട്ട് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ദേ ആർ ഹാവിങ് മൾട്ടിപ്പിൾ ഇന്ററാക്ഷൻസ്. ഏതൊക്കെയാണ്? നിങ്ങൾ ആദ്യത്തെ യൂണിറ്റിൽ പഠിച്ചേക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ, അയോണിക് ബോണ്ട്, then hydrogen bond, van der Waals interaction. Okay, that is actually contributing for the enzyme substrate complex formation and the substrate interaction with the active site. Now, fifth property is the precise management of atoms in an active site determines the enzyme specificity. ഞാൻ ഓൾറെഡി ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു, ആ ഒരു മൈക്രോ എൻവയോൺമെന്റിൽ ഏതൊക്കെ അമിനോ ആസിഡ് പ്രസന്റ് ആണോ ആ അമിനോ ആസിഡ്സും അതുപോലെ തന്നെ സബ്സ്ട്രേറ്റിലുള്ള ആറ്റം ഓർ മോളിക്യുലാർ ഇന്ററാക്ഷനും ആ ഒരു സ്പെസിഫിസിറ്റി ആണ് ശരിക്കും എൻസൈമിന്റെ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സബ്സ്ട്രേറ്റിനും അവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ, ബൈൻഡ് അവിടെ വന്ന് നിന്നാലും ആ ഒരു ഇന്ററാക്ഷൻ പോസിബിൾ അല്ല. കാരണം നിങ്ങൾക്കറിയാം, അയോണിക് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ഒരു സ്പെസിഫിക് കോമ്പിനേഷൻ വേണം. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു, വാണ്ടർവാൾസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു ഇന്ററാക്ഷൻ പോസിബിൾ ആയിട്ടുള്ള, ഓക്കെ, ഓരോ എൻസൈമിനും ആ ഒരു ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ഏതാണെന്നുള്ളത് വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിരിക്കും. ആ ഒരു കറക്റ്റ് കോമ്പിനേഷൻ കിട്ടുന്ന തരത്തിലുള്ള മോളിക്യൂളിന് മാത്രമേ സബ്സ്ട്രേറ്റ് ആയിട്ട് അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു ആറ്റം അല്ലെങ്കിൽ മോളിക്കുലാർ ഓർഗനൈസേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആക്റ്റീവ് സൈറ്റിന്റെ സ്പെസിഫിസിറ്റി അല്ലെങ്കിൽ എൻസൈമിന്റെ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. Okay, so since the enzyme and the substrate interact via short range of force that require close proximity, the substrate must be the same shape as the enzyme. ഓക്കെ, സോ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ആക്റ്റീവ് സൈറ്റ്സിൻ്റെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ 2 മാർക്കിനാണ് സാധാരണ ആക്റ്റീവ് സൈറ്റ്സ് ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഡെഫിനിഷൻ 1 മാർക്കും 2 പ്രോപ്പർട്ടീസ് എഴുതിയാൽ 1 മാർക്കും, അങ്ങനെ ആണ് 2 മാർക്ക് വരിക. സോ സ്റ്റിൽ യു ഹാവ് ടു ലേൺ കംപ്ലീറ്റ്ലി. ഓക്കെ, 5 പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കുക, അതുപോലെ തന്നെ ഡെഫിനിഷനും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ലൈസോസൈമിൻ്റെ പറഞ്ഞു, അതിൻ്റെ ആ ഒരു പൊസിഷൻസ്, അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ് ആക്റ്റീവ് സൈറ്റിൽ ഇന്ററാക്ട് ചെയ്യുന്നത് എന്നതും പഠിച്ചു വെക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. You will see the next content in the next video.